നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 7 ദിവസം കൊണ്ട് ഒരു സ്കിൻ ഗ്ലോ ചലഞ്ചിനെ കുറിച്ചാണ്. പലപ്പോഴും പല വില കൂടിയ കോസ്മെറ്റിക് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ ഡള്ളായിട്ട് നമ്മുടെ സ്കിന്ന് പഴയതുപോലെ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വില കൂടിയ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിനേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ശീലങ്ങളാണ്. നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മാറ്റാണ്ട് നമ്മൾ എത്രയൊക്കെ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുക എന്നുള്ളതല്ലാതെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒരിക്കലും ആവില്ല. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ചർമ്മത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 7 ദിവസത്തേക്കുള്ള ഒരു ചലഞ്ചിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡേ 1, ഡേ 2 തുടങ്ങി ഡേ 7 വരെ ഓരോരോ പുതിയ ശീലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശീലങ്ങളായിരിക്കും, അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിർത്തിയിട്ട് പഴയതുപോലെ ആവാനല്ല, നമ്മൾ ലൈഫ് ലോങ് ഈ നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുപോകാനും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ഡേ 1ലേക്ക് പോവാം. ഡേ 1 നമ്മളൊരു ഗട്ട് റീസെറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താണ് കഴിക്കുന്നത് അന്ന് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗട്ട് ഹെൽത്ത്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് രോഗാഹി സർവേ അഭി മന്ദാഗ്നോന്ന്. അതായത് നമ്മുടെ ഡൈജഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും അത് കാരണമാവുന്നുള്ളത്. ആമാവസ്ഥ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇത് പോകുന്നത്. ആദ്യത്തെ ദിവസം നമുക്ക് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രിങ്കിൽ നിന്ന് തുടങ്ങാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജീരക വെള്ളമാണ്. നമ്മൾ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ജീരക വെള്ളം കുടിക്കുക. ഇനി 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് അത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. ഇതിന്ന് നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇനി ഈ ജീരക വെള്ളം നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വെറും വയറ്റിൽ കുടിച്ചോളണമെന്നൊന്നുമില്ല. നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാം. അതിനുശേഷം നമുക്കൊരു ഇടവേള എടുക്കാം. എന്നിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വിശപ്പ് കുറയുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിനൊരു ഗുരുത്വാവസ്ഥയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം, ചില ദിവസങ്ങളിൽ മാത്രമായിട്ട് ഇത് കഴിച്ചാൽ മതി. ദഹനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഈ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഡൈജഷൻ മെച്ചപ്പെടുത്താനുള്ള ഡ്രിങ്ക് മാത്രമല്ല, ഈ ഒരു ദിവസം തന്നെ ബേക്കറി ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ജങ്ക് ഫുഡ് ഐറ്റംസ്, പിന്നെ കോൾഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഒഴിവാക്കാനും കൂടി നമ്മൾ ശ്രമിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോവാം. ആദ്യത്തെ ദിവസം നമ്മൾ ഗട്ട് റീസെറ്റ് ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മൾ സ്ലീപ്പും സ്ട്രെസ്സും റീസെറ്റ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉറക്കം ശരിയാക്കലാണ്. അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഈ ഉറക്കം വളരെ പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു റിപ്പയർ ഒക്കെ നടക്കുന്നത് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. രാത്രി 2 മണിക്കും 1:30ക്കും ഒക്കെ ഉറങ്ങിയിട്ട് നമ്മൾ രാവിലെ വൈകി എണീറ്റാൽ പോലും, നമ്മൾ 8 മണിക്കൂർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടുകയില്ല. നമുക്ക് ഈ പറഞ്ഞ റിപ്പയർ ഒന്നും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു 10 മണിക്ക് ശേഷം തന്നെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. 11 മണിയുടെ മുന്നേ ആയിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇതിനായിട്ട് നമ്മൾ സ്ക്രീൻ ടൈം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ തന്നെ സ്ക്രീൻ ടൈം നിർത്തി വെക്കാനാണ് പറയുന്നത്. ആദ്യത്തെ ദിവസം നിങ്ങൾക്കൊരു 10 മണിയാകുമ്പോൾ ഫോൺ മാറ്റി വെച്ചിട്ട് 10:30 കിടന്നുറങ്ങുന്ന രീതിയിലേക്ക് പോവാം. പിന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ 1 മണിക്കൂർ മുന്നേ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുപോവുക. ഇനി സ്ട്രെസ് ഉള്ളവര് പ്രാണായാമം, യോഗ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ. എന്നിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് മറികടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സ്ട്രെസ് കൂടുവാണെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ ഒക്കെ കൂടിയിട്ട് അത് ഇതുപോലെ മുഖക്കുരു, പിഗ്മെന്റേഷൻ, മുഖത്ത് കരുവാളിപ്പൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കാനും ഉറക്കം, നല്ല ക്വാളിറ്റി സ്ലീപ്പ്, അത് രാത്രി 10 മണി ഒരു 10:30 ആകുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം. ഇനി ഡേ 3. ഈ ഡേ 3 നമുക്ക് സൺലൈറ്റും പ്രോട്ടീനും, ഇത് രണ്ടുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ സൺലൈറ്റ് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ രാവിലെ ഒരു റഷ് അവർ ആയിരിക്കും, നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല രാവിലെ. പക്ഷെ ഒരു 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നമ്മൾ കുറച്ചൊരു സൺലൈറ്റ്, ഒരു സൂര്യപ്രകാശം ഏൽക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വളരെ നല്ലതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും, മിക്ക ആളുകൾക്കും തന്നെ വിറ്റാമിൻ ഡി ഇപ്പൊ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. 5ഉം 10ഉം ഒക്കെയാണ് പലരുടെയും വിറ്റാമിൻ ഡിന്റെ
ക്വാണ്ടിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ക്ഷീണം ഉണ്ടാവും, സ്കിന്ന് ഡൾ ആവാം, അതുപോലെ മസിൽ ക്രാംസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചെറിയ കാര്യം, നമുക്ക് രാവിലെ ഒരു 7 മണി 8 മണി ആ സമയത്ത് ഒന്ന് വെയിൽ കായാനായിട്ട് ശ്രമിക്കാം. പിന്നെ പ്രോട്ടീന് നമുക്ക് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ നമ്മൾ കിട്ടണം. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോവാണ്ടിരിക്കുക. കാരണം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒരിക്കലും നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നില്ല. നമ്മൾ ഈ കൂടിയ അളവിൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് ദഹിപ്പിച്ചെടുക്കാനുള്ളൊരു ദഹനശക്തി ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, വയറിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്ന പോലെ, വിശപ്പില്ല, അതുപോലെ ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നു, വയറ് വീർത്തിരിക്കുന്നു തുടങ്ങിയിട്ട് പല ദഹന പ്രശ്നങ്ങളും പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് പവർ, ദഹനശക്തി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ പ്രോട്ടീൻ കിട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി പ്രോട്ടീൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ചിക്കൻ, മീറ്റ് അങ്ങനെ വരുന്ന ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ആണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഈ ചിക്കനൊക്കെ ഡെയിലി കഴിക്കുന്നത് പോലും നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും പല ആളുകളും ഡെയിലി ചിക്കനൊക്കെ കഴിക്കുന്നത് അവരുടെ ഗട്ട് ഹെൽത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോവാം. ചിക്കനും മീറ്റും ഒക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിച്ചോളണമെന്നില്ല. 2-3 ദിവസത്തിലേക്കൊക്കെ ആയിട്ട് അതെടുക്കാം. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ നിന്ന് പ്രോട്ടീൻ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പൊ അതിന് നമുക്ക് ചെറുപയർ, പൾസസ്, വൻപയർ, സോയ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പനീർ, മുട്ട, ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് നട്ട്സും സീഡ്സും ഒക്കെ. ഇതിൽ നമുക്ക് പംകിൻ സീഡ്, പീനട്ട്സ്, വാൾനട്ട്, ഈ സംഭവങ്ങളൊക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്ക് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിന് നമുക്കൊരു പ്രോട്ടീൻ സോഴ്സും ആണ്. അതിലുപരി നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് നമുക്ക് ഈ സീഡ്സ് നിന്ന് കിട്ടും. അപ്പം ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘടകമാണ്. പ്രോട്ടീൻ കുറവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ലൂസ് ആവുകയും ഡൾ ആവാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡിലൂടെയൊക്കെ നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡേ 4ലേക്ക് പോവാം. ഡേ 4 എന്ന് പറയുന്നത് നമുക്കൊരു ഗ്ലോ ഡേ. വിറ്റാമിൻ സി ആണ് നമ്മൾ ഈ ദിവസം നമ്മളെ ബോഡിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം പലപ്പോഴും വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രൂട്ട്സിലുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വില കൂടിയ ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് പോവാണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് വിറ്റാമിൻ സി ധാരാളം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് നല്ല ഉദാഹരണമാണ് പപ്പായ, നെല്ലിക്ക, പേരക്ക, ഓറഞ്ച്. ഇതെല്ലാം എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് പോവാം. എല്ലാ ഫ്രൂട്ട്സും എല്ലാ ദിവസവും കഴിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം പപ്പായ കുറച്ച് കഴിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഓറഞ്ച്, അല്ലെങ്കിൽ ഒരു ദിവസം നെല്ലിക്കയൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇനി വിറ്റാമിൻ സി എങ്ങനെയാണ് ചർമ്മത്തിന് നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. നമ്മുടെ ചർമ്മത്തിൽ ആവശ്യമായിട്ടുള്ള കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്, സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, കോംപ്ലക്ഷൻ മെച്ചപ്പെടുത്താനും അതുപോലെ ഹീലിംഗ്, സ്കിൻ റിപ്പയറിനോ എല്ലാം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ സിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ജ്യൂസ് എന്നുള്ളൊരു രീതിയിലേക്ക് പോകും. ശരിക്കും നമ്മൾ ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഫൈബറും അതിന്റെ ഗുണങ്ങളും ഒക്കെ കിട്ടുന്നത്. പിന്നെയുള്ളൊരു പ്രവണതയാണ് ഇതിൽ പാല് ചേർത്തിട്ട് ജ്യൂസ് ആക്കുക എന്നുള്ളത്. ഇനി ഇത് തീരെ കഴിച്ചുകൂടാന്നല്ല, നിങ്ങൾക്ക് അത്രയും താല്പര്യമാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒരു ഷേക്ക് ഒക്കെ കുടിക്കുന്നതിലൊന്നും തെറ്റില്ല. മെയിൻ ആയിട്ട് പുളിയുള്ള ഫ്രൂട്ട്സ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയാൻ കാര്യം, ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് നല്ല ദഹനശക്തിയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്തോ ഇത് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ലോങ് ടേം, എല്ലാ ദിവസവും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ സ്കിൻ ഡിസീസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും സ്കിൻ സംബന്ധമായിട്ട് അസുഖങ്ങളോ സോറിയാസിസോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷേക്കിലേക്കൊന്നും പോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഡേ 5. ഈ ഡേ 5 നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഒരു 10 മണി മുതൽ ഒരു 3:30 വരെയൊക്കെയുള്ള വെയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന വെയിലാണ്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാനാണ് കാരണമാക്കുന്നത്. അപ്പൊ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്തുള്ള വെയിൽ പോയി കൊള്ളേണ്ട ആവശ്യമില്ല. രാവിലെ ഒരു 7 മണി 8 മണി ആ സമയത്തൊക്കെയുള്ള വെയിൽ നമ്മൾ കൊള്ളുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫുൾ കൈ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം, പിന്നെ അതുപോലെ സൺഗ്ലാസ് ഉപയോഗിക്കാം, കുട ചൂടാം, അംബ്രല്ല, ഇതൊക്കെ നമ്മൾ
ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഇതുകൊണ്ടുണ്ടാവുന്ന സ്കിൻ ടാന്, സ്കിൻ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യമേ ഇത് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. ഇനി ഡേ 6, ഈ ഡേ 6 നമുക്കൊരു ഫേസ് കെയർ ഡേ ആയിട്ട് നമുക്ക് എടുക്കാം. ഫേസ് പാക്ക്, നമ്മൾ ഈ പറഞ്ഞ പോലെ സൺ ടാൻ കുറയ്ക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് ഏലാതി ചൂർണം കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരിക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിലി സ്കിന്നുള്ള ആളുകൾ, ഡ്രൈ സ്കിന്നുള്ള ആളുകളും നോർമൽ സ്കിന്നുള്ള ആളുകളും എന്തിൽ ചേർത്തിട്ടാണ് ഇത് മുഖത്ത് തേക്കേണ്ടതെന്നും പാച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തേച്ചിട്ട് നമ്മൾ ഫാനിന്റെ അടിയിലൊന്നും പോയി ഇരിക്കാൻ പാടില്ല, എത്ര ദിവസം തേക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര സമയം വെക്കണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ ആ വീഡിയോ കണ്ട് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ട്, ഏലാതി ചൂർണം. ഇതൊന്നും വില കൂടിയ പ്രൊഡക്ട്സ് ഒന്നും അല്ല കേട്ടോ, വളരെ കുറഞ്ഞ വില, 50 രൂപയ്ക്കൊക്കെ നമുക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും എക്സ്ഫോളിയേഷനും അതുപോലെ ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ്നെസ് ഒക്കെ തരാനൊക്കെ ആയിട്ട് സഹായിക്കും ഇതുപോലെ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുഖം കഴുകാനായിട്ട് നമുക്കൊരു ഫേസ് വാഷ് കൂടി, അതായത് ത്രിഫല ഫേസ് വാഷ്, ഇതിനെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം കമന്റ് ബോക്സിലൊക്കെ ആയിട്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് ത്രിഫല കൊണ്ട് ഫേസ് വാഷ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ആദ്യം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് മുഖം കഴുകാനായിട്ട് ഈ ത്രിഫല ഫേസ് വാഷ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം, അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കളയാനും നമുക്ക് ഈ ത്രിഫല ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ 2 രീതിയിൽ ഉപയോഗിക്കാം. ത്രിഫല നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ത്രിഫല നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അതിൽ നെല്ലിക്ക, താനിക്ക, കടുക്കയൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്കൊരു റെജുവിനേഷൻ എല്ലാം തരുന്നതാണ്. അപ്പൊ അത് ത്രിഫല ചൂർണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും കൊടുത്തിരിക്കാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഡേ 7ലേക്ക് ഞാനൊരു ഫേസ് മസാജിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുങ്കുമാതി തൈലം അല്ലെങ്കിൽ കുങ്കുമാതി ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്, എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുങ്കുമാതി തൈലം മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അതിന്റെ ലിങ്കും കൊടുത്തിരിക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇത് ഏറ്റവും ബെനഫിഷ്യൽ ആവുന്ന ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണ് കേട്ടോ. നമുക്കറിയാം ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഓയിൽ മുഖത്ത് തേക്കാൻ പേടിയാണ്, മുഖക്കുരു വരുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ. അപ്പോൾ പക്ഷെ കുങ്കുമാതി ഓയിൽ നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഈവൻ ഓയിലി സ്കിൻ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ത്രിഫല ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ ഈ ഓയിൽ നമുക്ക് മുഖത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. സർക്കുലർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. എത്ര മിനിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ആ വീഡിയോ കാണാനായിട്ട് പറയുന്നത്. അപ്പം ആ ഒരു ഫേസ് മസാജ്, ഈ ഒരു കുങ്കുമാതി ഓയിൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് മസാജ് കൂടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ പാക്കേജ് ആണ് ഞാൻ ഈ ഡേ 7 വരെയുള്ള കുറെ കുഞ്ഞു ശീലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ത്രൂ ഔട്ട്. അപ്പൊ തന്നെ ഒരു 7 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. 7 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബെറ്റർ ഒരു സ്കിൻ ടെക്സ്ചർ മെച്ചപ്പെടുന്നത് പോലെയും നമുക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് ഹെൽത്തി ആവുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. കാരണം നമ്മുടെ സ്ലീപ്പ് തന്നെ നമുക്കൊരു 7 to 8 hours സ്ലീപ്പാണ് കേട്ടോ നമുക്ക് ആവശ്യം. പിന്നെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ശീലങ്ങളാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ഹെൽത്തി സ്കിന്ന് ഒരു ചെലവും ഇല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.